അമേരിക്കയും യൂറോപ്പും തമ്മിൽ നടക്കുന്ന വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാവിഷയമാവുകയാണ്. ഇത് സമകാലിക ലോകത്തിന്റെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. വാഷിംഗ്ടണിലുമുള്ള ഉദ്യോഗസ്ഥർ അമ്പരന്ന് മാറി നിൽക്കുമ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക നയങ്ങൾ പരസ്പരം കൊമ്പുകോർത്തുകൊണ്ടിരിക്കുന്നു. ഈ വ്യാപാര യുദ്ധത്തിന്റെ ഉറവിടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് മാത്രമായ നേട്ടം ലക്ഷ്യമിട്ടാണ് ട്രംപ് പുതിയ പല വ്യാപാര നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്പിന്റെ കാറുകൾ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ഷാമ്പെയിൻ പോലുള്ള ആഡംബര വസ്തുക്കൾ എന്നിവ ലക്ഷ്യമാക്കി അദ്ദേഹം 20% താരിഫ് പ്രഖ്യാപിച്ചു. കാറുകൾക്ക് 25% വരെ നികുതി ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി സൂചനയുണ്ട്. ട്രംപിന്റെ ഈ നീക്കം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2023 മാത്രം യൂറോപ്പ് അമേരിക്കയിലേക്ക് $500 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു പങ്കും കാർ വ്യവസായമായും ഫാഷൻ രംഗവുമായും ബന്ധപ്പെട്ടവയാണെന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യമായ യൂറോപ്പിന് നിലവിലെ സാഹചര്യം അതിസങ്കീർണമാണ്. അമേരിക്കയുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഒന്നിനും മടിക്കാത്ത നേതാവാണ്. യുഎഇയെ കടുത്ത വ്യാപാരികൾ എന്ന് വിശേഷിപ്പിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനയും അവർ നമ്മെ കവർന്നെടുക്കുകയാണെന്ന നിലപാടും ട്രംപിന്റെ നയങ്ങളിൽ മാറ്റമില്ല എന്നതിന്റെ തെളിവാണ്. ഇതിനോടകം സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു മറുപടി എന്ന പോലെ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം $28 ബില്യൺ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ ട്രംപിന്റെ പുതിയ നീക്കങ്ങളിൽ ജർമ്മനിയിലെ കാർ നിർമ്മാതാക്കൾ ആശങ്കയിലാണ്. BMW, മെഴ്സിഡസ് തുടങ്ങിയ കമ്പനികൾ ട്രംപ് ഏർപ്പെടുത്തിയ ഈ നികുതികൾ മൂലം അമേരിക്കൻ വിപണിയിൽ തകർച്ചാ ഭീഷണി നേരിടുന്നു. ഇറ്റലിയിലെ ഫാഷൻ ഡിസൈനർമാർ അവരുടെ ബ്രാൻഡുകൾക്ക് ഭാവിയില്ലെന്ന് കരുതുന്നു. ഫ്രാൻസിലെ ഷാമ്പെയിൻ ഉൽപ്പാദകരുടെയും അവസ്ഥ അതുതന്നെ. എന്നാൽ ഇത്തരം നയങ്ങളോട് മൗനം പാലിക്കാനല്ല യൂറോപ്പിന്റെ ഉദ്ദേശം. ഏകദേശം 450 മില്യൺ ഉപഭോക്താക്കളുള്ള വിപണിയാണ് യൂറോപ്പിന്റെ ശക്തി. ഈ ഉറപ്പോടെയാണ് അവർ ട്രംപിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന സന്ദേശം അവിടെ ആകമാനം ഉയരുന്നുണ്ട്. പല രാജ്യങ്ങളും വിവിധ തലങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുമുണ്ട്. ജർമ്മനി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുന്നു. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ട്രംപിന്റെ നടപടികൾ തെറ്റാണെന്നും ഒരു നീതിയുക്തമായ ഉടമ്പടി ആവശ്യമാണെന്നും പറയുന്നു. ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാക്രോൺ ഈ സാഹചര്യത്തെ വ്യാപാര യുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത്. സ്പെയിൻ അവരുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ്. ഒരാളെ തൊട്ടാൽ എല്ലാവരെയും തൊട്ട പോലെയാണെന്ന വിശ്വാസമാണ് ഇപ്പോൾ യൂറോപ്പിന്റെ ഉറച്ച ശബ്ദം. യൂറോപ്യൻ നേതാക്കൾ ഇനി കൺസ്യൂമർ പവറിനെയും ഭരണ സംവിധാനത്തിന്റെ സാധ്യതകളെയും ഉപയോഗിച്ച് തിരിച്ചടി നൽകാനാണ് ആലോചിക്കുന്നത്. അടുത്ത നീക്കം അമേരിക്കയിലെ വലിയ ടെക് കമ്പനികളായ ആപ്പിൾ, ആമസോൺ, മെറ്റ തുടങ്ങിയവയ്ക്കാകാനാണ് സാധ്യത. ഈ കമ്പനികൾ യൂറോപ്പിൽ വലിയ വരുമാനം നേടുന്നതിനോടൊപ്പം കുറഞ്ഞ നികുതിയാണ് അവർക്കുമേലുള്ളത്. ഈ ചട്ടങ്ങൾ മാറ്റുന്നതിനായി യൂറോപ്പ് നിലവിൽ പുതിയ നികുതികളും നിയന്ത്രണങ്ങളും ആലോചിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റായ മാക്രോൺ ഈ നീക്കങ്ങൾക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ കമ്പനികൾക്ക് അമേരിക്കയിലെ നിക്ഷേപങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോലും ആഹ്വാനമുയരുന്നുണ്ട്. എന്നിരുന്നാലും യൂറോപ്പ് കൂടുതൽ താൽപര്യം കാണിക്കുന്നത് സമ്പൂർണമായൊരു വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കുമായി 14 ദിവസത്തെ സമയം ട്രംപിന് നൽകാൻ അവർ ആലോചിക്കുന്നത്. ഇനി ബ്രിട്ടൻ 20% എന്നതിന് പകരം 10% താരിഫ് എന്നതിലേക്ക് കുറച്ചുകൊണ്ട് സമാധാനപരമായ ചർച്ചകൾ വഴി ഒരു കരാർ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ ലണ്ടനിലും ബ്രസൽസിലും ഉദ്യോഗസ്ഥർ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. അതേസമയം വ്യവസായം തിരികെ പിടിക്കാൻ ലോബിയിങ് ശക്തമാക്കുകയാണ്. എന്നാൽ ഈ വ്യാപാര സംഘർഷം സർക്കാരുകളെയോ ആഗോള കമ്പനികളെയോ മാത്രം ബാധിക്കുന്നതല്ല. സാധാരണ ഉപഭോക്താക്കളും ഇതിന്റെ ചൂട് നേരിട്ട് അനുഭവിക്കേണ്ടി വരും. പല സാധനങ്ങൾക്കും വില കൂടും. പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇപ്പോൾ തന്നെ പണപ്പെരുപ്പ് വലിയ തലവേദനയാണ്. ഈ താരിഫുകൾ വിലക്കയറ്റം ശക്തമാക്കുകയും കുടുംബ ബജറ്റുകൾ തകർക്കുകയും ചെയ്യും. ട്രംപ് നിരന്തരം പുതിയ വ്യാപാര നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ യൂറോപ്പ് കൂടുതലും തിരിച്ചടി നൽകാൻ ശ്രമിക്കാതെ ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചർച്ചകൾ ഫലം കാണുമോ അതോ അതൊരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. നിലവിലെ സംഭവവികാസങ്ങൾ 1930കളിലെ വലിയ മഹാമാന്ദ്യത്തെയും 2008ലെ ആഗോള സാമ്പത്തിക ഇടിവിനെയും ഓർമ്മിപ്പിക്കുന്നതാണ്. തോക്കും സൈന്യവുമില്ലാതെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന വ്യാപാര യുദ്ധത്തിന്റെ ആഘാതം എല്ലാ സാധാരണ ജനങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കും.